അള്ളാഹു പടച്ചവൻ ദീർഘായുസ്സും ഇബാദത്ത് ചെയ്യാൻ തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാണ്. നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്ന വിഷയം കുടുംബജീവിതം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നല്ലൊരു സബ്ജക്റ്റാണ് ഇന്ന് പ്രതിപാദിക്കപ്പെടുന്നത്, കുടുംബജീവിതം ഇസ്ലാം. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പദാർത്ഥങ്ങളെയും പടച്ചിരിക്കുന്നത് ജോഡികളായിട്ടാണ്, ഇണകളായിട്ടാണ്. പരസ്പരം പൂരിതമായ നിലയിൽ ഒന്നിനൊന്ന് ഇണയായ നിലയിലാണ് അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഖുർആനിൽ കാണാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം, وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ, മുഴുവൻ വസ്തുക്കളും ഖലഖ്നാ സൗജൈൻ, നാം ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൻ നബയിൽ പറഞ്ഞു, وَخَلَقْنَاكُمْ أَزْوَاجًا, നാം നിങ്ങളെ പടച്ചത് ഇണകളായിട്ടല്ലയോ, നിങ്ങളെ നാം ഇണകളായിട്ടാണ് പടച്ചത്. 7-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഓതിക്കൊടുത്തു. യാസീൻ അധ്യായത്തിലെ പരിശുദ്ധ ആയത്ത്, ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്ഭുതകരമായ ഒരു വൃത്താന്തം പറയുന്നതിനു മുമ്പ് അല്ലാഹു സുബ്ഹാന ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, നിശീഥിനിയിൽ തന്റെ ദാസനെ രാത്രി നടത്തിയവൻ എത്രയോ പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി ലൈലൻ, ഇസ്റാഉം മിഅ്റാജും ഒരു അത്ഭുതകരമായ സംഭവമാണ്. അവിടെ അല്ലാഹു സുബ്ഹാന എന്ന പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, ഒരല്ലാഹുവിന്റെ അസ്തിത്വം ഞാൻ വാഴ്ത്തുന്നു, പരിശുദ്ധനാക്കുന്നു. ഖലഖൽ അസ്വാജ കുല്ലഹാ, അവൻ സമസ്ത വസ്തുക്കളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി ഉൽപാദിപ്പിക്കുന്നതും, വമിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ നിന്നും, വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത അനേകം വസ്തുക്കളെയും. അടുത്ത കാലം വരെ മനുഷ്യൻ ധരിച്ചിരുന്നത് മനുഷ്യരും ജീവികളും മാത്രമേ ഇണകളുള്ളൂ എന്നായിരുന്നു. അല്ലാഹു പറഞ്ഞു, മനുഷ്യര് മാത്രമല്ല, ജന്തു മൃഗാദികളും മാത്രമല്ല, സസ്യലതാദികളും അതുപോലെ പദാർത്ഥങ്ങൾ വരെ, മനുഷ്യൻ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താത്ത അനേകം വസ്തുക്കളും, വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത വസ്തുക്കളെയും അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു കണികയ്ക്ക് എതിർ കണികയുണ്ട് പ്രപഞ്ചത്തിൽ. നോക്കൂ, നാം കുടിക്കുന്ന പച്ചവെള്ളം H2O, ഹൈഡ്രജന്റെ 2 ഘടകവും ഓക്സിജനും കൂടിച്ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. സാധാരണ തീ കെടുത്താൻ നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കും, അല്ലെ? തീ കെടുത്താനാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളമുണ്ടായത് ഒന്ന് തീ പിടിക്കുന്നതും മറ്റൊന്ന്
തീ പിടിപ്പിക്കുന്നതുമായ രണ്ട് പദാർത്ഥങ്ങൾ ചേർത്തു. അങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത്. H2O. നമ്മളൊക്കെ +2 സ്കൂളിൽ പഠിച്ചു. വെള്ളം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്, ഹൈഡ്രജനും ഓക്സിജനും. നോക്കൂ, വിദ്യുത് ശക്തി ഇത് പ്രവർത്തിക്കുന്നത്, എന്റെ ശബ്ദം നിങ്ങൾക്ക് വലുതാക്കി തരുന്നത് കരണ്ടാണ്, വിദ്യുത് ശക്തിയാണ്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതിൽപ്പെട്ടതാണ്. വമിമ്മ ലാ യഅലമൂൻ. മനുഷ്യരാശി ആദ്യം കണ്ടെത്തിയിരുന്നില്ല, പിന്നീട് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അവരറിയാത്ത അനേകം വസ്തുക്കളും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറഞ്ഞു. അടുത്ത കാലത്താണ് ഇത് കണ്ടെത്തിയത്. വൈദ്യുതി നോക്കൂ, ഒരു വയറല്ല ഈ കാണുന്നത്, ഇതിനകത്ത് കൂടി 2 വയറുകൾ സഞ്ചരിക്കുന്നു. ഇതൊക്കെയാ പോകുന്നത്, നെഗറ്റീവും പോസിറ്റീവും. ഇർണ ചാർജും താപ ചാർജും അല്ലേ? അപ്പൊ ഇതുണ്ടെങ്കിലേ ഉള്ളൂ ഇത് കറണ്ട് പ്രവർത്തിക്കുകയുള്ളൂ. നോക്കൂ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ, സൗത്ത് പോൾ, നോർത്ത് പോൾ അല്ലേ, മാഗ്നറ്റിക്, അതിന് വരെ അള്ളാഹു തആല ഇണകളായിട്ടാണ്, ജോഡികളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. അള്ളാഹു പറഞ്ഞു, വഖലഖനാകും അസ്വാജാ. നാം നിങ്ങളെ പടച്ചതും ഇണകളായിട്ടാണ്. മനുഷ്യനും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്, ആണ് പെണ്ണ്. 2 വർഗങ്ങളാണെങ്കിലും സ്രോതസ് ഒന്നാണ്. മുത്തുനബി പറഞ്ഞതായി കാണാം ഒരു ഹദീസിൽ, അന്നിസാഉ ശഖാഇഖുർ റിജാൽ. പെണ്ണുങ്ങൾ, സ്ത്രീകൾ പുരുഷന്മാരുടെ അർദ്ധഭാഗമാണ്, പിളർപ്പാണ്. സമൂഹത്തിന്റെ നേരെ പകുതിയാണ് പെണ്ണുങ്ങൾ. സമൂഹത്തിന് പുറത്തല്ല പെണ്ണ്, സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇണകളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗം എന്തിനാണ് അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചത്? ഖുർആനിൽ കാണാം, വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവന്റെ ആസ്തിക്യം, അവന്റെ വഹ്ദാനിയത്ത്, ഏകത്വം, അതിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവൻ പടച്ചു തന്നു. അസ്വാജാ, ഇണകളെ സൃഷ്ടിച്ചു തന്നു. മനുഷ്യർക്ക് അള്ളാഹു ഇണയായിട്ട് മനുഷ്യനെ തന്നെ പടച്ചു. മനുഷ്യർക്ക് ഇണയായി അള്ളാഹു ജിന്നിനെയോ അള്ളാഹു മലക്കിനെയോ പടച്ചില്ല, അള്ളാഹു ജന്തുവിനെയോ പടച്ചില്ല. നമ്മുടെ വൈഫ് ഒരു കാളയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഭാര്യ ഒരു പോത്താണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ പോത്തേന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും പോത്തായിട്ട് വിളിക്കുന്നതല്ലല്ലോ. എന്താ ചിരിക്കുന്നത്? അപ്പൊ ചിലരൊക്കെ വിളിക്കാറുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? നമ്മുടെ വൈഫ് ഒരു ഹൈവാനല്ല, നമ്മുടെ വൈഫ് ഒരു ജിന്നല്ല, നമ്മുടെ വൈഫ് ഒരു മാലാകയുമല്ല. നമ്മുടെ വൈഫ് ആരാണ്? നമ്മളെ പോലെ തൊട്ടാൽ വിചാര വികാരങ്ങളുള്ള, പ്രകൃതി അണിയിച്ചൊരുക്കിയ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു കലാരൂപമാണ് പെണ്ണ് അല്ലേ? പെണ്ണിനെ പറ്റി പറയുമ്പോ പ്രാസംഗികർ വാചാലരാവും, കവികൾ, കഥാകാരന്മാർ എഴുതിയാലും തീരാത്ത, പാടിയാലും തീരാത്ത ഒരത്ഭുത, അള്ളാഹുവിന്റെ അത്ഭുത കലാഭംഗിയാണ്, രൂപമാണവൾ അല്ലേ? അള്ളാഹു ഈ പെണ്ണിനെ പടച്ചത് ഒരേ ഒരു ആത്മാവിൽ നിന്നാണ്, ശരീരത്തിൽ നിന്നാണ്. നോക്കൂ, ഖുർആനിൽ ഒരു സൂറയുണ്ട്, അധ്യായമുണ്ട്. ആ സൂറത്തിന്റെ പേര് സ്ത്രീകൾ എന്നാണ്, സൂറത്തുൻ നിസാ. എന്നാ ഖുർആനിൽ സൂറത്തുൽ റിജാൽ,
ആണുങ്ങൾ എന്നൊരു അധ്യായം ഉണ്ടോ? 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 അപ്പൊ അള്ളാഹുവിന് പെണ്ണുങ്ങളോട് വിരോധമില്ല, അള്ളാഹു പെണ്ണുങ്ങളെ പരിഗണിച്ചു എന്നല്ലേ ഇതിന് മനസ്സിലാകും. പണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖുർആനില് എല്ലാ ആണുങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ ഇറക്കുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, ഈ ആയത്ത് ഇറക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൻ നിസാ തുടങ്ങുന്നത് തന്നെ അള്ളാഹു ഈ കുടുംബത്തെ, മനുഷ്യ കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ നിങ്ങളെ ഒരേ ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്നും അതിന്റെ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ രണ്ടു പേരിൽ നിന്നും അല്ലാഹു ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ഭൂമുഖത്ത് അല്ലാഹു പരത്തി വ്യാപിപ്പിച്ചു. കാണുന്ന